മൂടൽ മഞ്ഞു നിറഞ്ഞ ഒരു തണുത്ത പ്രഭാതം. ജനലരികിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അമൃതയുടെ മനസ്സിൽ ഓർമ്മകളുടെ ഒരു വലിയ കടലിരുമ്പുന്നുണ്ടായിരുന്നു. കയ്യിലിരുന്ന കട്ടൻ ചായയുടെ ചൂടിലും അവളുടെ ഉള്ളിൽ പൊള്ളുന്ന ഓർമ്മകളുടെ കനലുകളായിരുന്നു. എത്ര വർഷങ്ങൾ കടന്നുപോയാലും ചില ഓർമ്മകൾ ഉണ്ടാക്കിയ മുറിവുകളുടെ ആഴം കുറയില്ലല്ലോ. 16 വയസ്സ്, ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും പുതുവസന്തം പൂക്കേണ്ട കാലം. എന്നാൽ അമൃതയ്ക്ക് അത് ശ്വാസം മുട്ടിക്കുന്ന ഒരു തടവറയായിരുന്നു. സ്കൂളിലും എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സുകളിലും അവളായിരുന്നു എപ്പോഴും താരം. 1ാം റാങ്കും 95% മുകളിലുള്ള മാർക്കുകളും അവൾക്ക് സ്ഥിരമായി ലഭിച്ചിരുന്നു. നാട്ടുകാരും അധ്യാപകരും അവളെ പുകഴ്ത്തി പറഞ്ഞു. പക്ഷേ ആ വിജയങ്ങളിലൊന്നും അമൃതയുടെ മനസ്സിൽ ഒരിറ്റ് സന്തോഷം പോലും നിറഞ്ഞില്ല. അച്ഛൻ മാധവനും അമ്മ ഗീതയും കടുത്ത ചിട്ടക്കാരായിരുന്നു. അവരുടെ വീട് സ്നേഹം പങ്കുവെക്കുന്ന ഒരിടമായിരുന്നില്ല, മറിച്ച് കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സ്ഥാപനം പോലെയായിരുന്നു. രാവിലെ 5 മണിക്ക് മുമ്പ് എഴുന്നേറ്റ് പഠിക്കാനിരിക്കണം. വീട്ടിലെ ജനലിലൂടെ പുറത്തേക്ക് പോലും വെറുതെ നോക്കി നിൽക്കരുത്. സമയം അത്രയും പഠിക്കാൻ ഉപയോഗിക്കണം. പഠിച്ച് വലിയൊരു എഞ്ചിനീയറോ ഡോക്ടറോ ആകണം. അതിനപ്പുറം മറ്റൊരു ചിന്തയും ഇപ്പോൾ വേണ്ട. ഇതായിരുന്നു എന്നും വീട്ടിലെ നിയമം. ഒരു ദിവസം സ്കൂൾ ആനുവൽ ഡേക്ക് ഒരു ഡാൻസിൽ പങ്കെടുക്കാൻ അനുവാദം ചോദിച്ചപ്പോൾ അച്ഛൻ ആകെ ദേഷ്യപ്പെട്ടു. ഡാൻസും പാട്ടും കണ്ട് നടക്കാനാണോ ഇനി സ്കൂളിൽ പോകുന്നത്? അതൊക്കെ പഠിത്തം കളയാൻ വേണ്ടിയുള്ള പരിപാടികളാണ്. മിണ്ടാതെ പോയിരുന്ന് പഠിക്കാൻ നോക്ക് എന്നായിരുന്നു മാധവന്റെ കർശനമായ മറുപടി. കൂട്ടുകാരികളുടെ ജന്മദിനാഘോഷത്തിന് പോകാനോ ഒരു വൈകുന്നേരം പാർക്കിലിരുന്ന് കാറ്റുകൊള്ളാനോ, എന്തിനേറെ പറയുന്നു, സ്വന്തമായി ഇഷ്ടമുള്ള ഒരു വസ്ത്രം തിരഞ്ഞെടുക്കാൻ പോലും അമൃതയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. സത്യത്തിൽ അവൾക്ക് ആ പുസ്തകങ്ങളോടോ ഉയർന്ന മാർക്കുകളോടോ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അച്ഛന്റെയും അമ്മയുടെയും ശാസനകൾ കേൾക്കാതിരിക്കാൻ മാത്രം അവൾ പാഠങ്ങൾ കാണാതെ പഠിച്ച് പരീക്ഷകളിൽ മികച്ച മാർക്ക് വാങ്ങി. ആ ശ്വാസമുട്ടലിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കടന്നാൽ മതി എന്ന ചിന്ത മാത്രമായിരുന്നു ആ 16കാരിയുടെ മനസ്സിൽ. ആ നാളുകളിലാണ് അവളുടെ ജീവിതത്തിലേക്ക് ആനന്ദ് കടന്നു വരുന്നത്. ട്യൂഷൻ ക്ലാസ്സിന് സമീപമുള്ള ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് അവൾ ആദ്യമായി ആനന്ദിനെ പരിചയപ്പെടുന്നത്. ആനന്ദിന് അന്ന് 28 വയസ്സായിരുന്നു. തന്നേക്കാൾ 12 വയസ്സ് മൂത്തയാൾ. പക്വതയുള്ള പെരുമാറ്റവും ആകർഷകമായ സംസാര രീതിയുമുള്ള ആനന്ദിന് മുന്നിൽ അമൃത ഒരു കൊച്ചുകുട്ടിയെ പോലെയായി. വീട്ടിൽ നിന്ന് ഒരിക്കലും കിട്ടാത്ത പരിഗണനയും ശ്രദ്ധയുമാണ് ആനന്ദ് അവൾക്ക് നൽകിയത്. അവളുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ കേൾക്കുക, അവൾക്ക് ഇഷ്ടമുള്ള ഡാൻസ് വീഡിയോകൾ കാണിച്ചു കൊടുക്കുക, നഗരത്തിലെ നല്ലൊരു റെസ്റ്റോറന്റിൽ കൊണ്ടുപോയി ആരും കാണാതെ ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, ബീച്ചിൽ കൊണ്ടുപോയി കടൽ കാണിക്കുക, ഇതെല്ലാം അമൃതയ്ക്ക് തികച്ചും പുതിയ അനുഭവങ്ങളായിരുന്നു. ആരും കേൾക്കാനില്ലാത്ത അവളുടെ സങ്കടങ്ങൾ മണിക്കൂറുകളോളം ക്ഷമയോടെ കേട്ടിരിക്കാനും അവൻ തയ്യാറായി. അമൃത, നിന്റെ കലാവാസനയും ചിന്തകളും മനസ്സിലാക്കാൻ നിന്റെ വീട്ടുകാർക്ക് കഴിയുന്നില്ല. നീ കേവലം ഒരു പഠനയന്ത്രമല്ല, നിനക്കും ആഗ്രഹങ്ങളുണ്ട്. ആനന്ദിന്റെ ഈ വാക്കുകൾ അവളുടെ മുറിവേറ്റ മനസ്സിൽ തേന്മഴയായി പെയ്തിറങ്ങി. ഇതാണ് താൻ കൊതിച്ച സ്വാതന്ത്ര്യവും സ്നേഹവുമെന്ന് അമൃത ഉറപ്പിച്ചു. തന്നേക്കാൾ ഏറെ വയസ്സിന് മൂത്ത ഒരാളുമായി പ്രണയത്തിലാകുമ്പോഴുണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ ചിന്താഗതിയിലെ വ്യത്യാസങ്ങളെക്കുറിച്ചോ ആലോചിക്കാനുള്ള പക്വത അന്ന് അമൃതയ്ക്കുണ്ടായിരുന്നില്ല. വീട്ടിലെ കടുത്ത നിയമങ്ങളിൽ നിന്നുള്ള ഒരു മോചനമാർഗമായി മാത്രമാണ് അവൾ ആനന്ദിനെ കണ്ടത്. തനിക്കായി മാതാപിതാക്കൾ ചെയ്ത ത്യാഗങ്ങളെയെല്ലാം അവൾ ശത്രുതയോടെ മാത്രം നോക്കിക്കണ്ടു. ചെറിയൊരു സ്വാതന്ത്ര്യത്തിലും ചില യാത്രകളിലും തീരുന്നതായിരുന്നില്ല ജീവിതമെന്നും അതിനപ്പുറം വലുതായിരുന്നു മാതാപിതാക്കളുടെ കരുതലെന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധം പ്രണയം അവളുടെ ചിന്തകളെ മറച്ചിരുന്നു. അച്ഛന്റെ ശാസനകൾ കേൾക്കുമ്പോഴൊക്കെ അമൃത മനസ്സിൽ ആനന്ദിന്റെ മുഖമോർത്തു. തനിക്ക് തുണയായി അവൻ ഒപ്പമുണ്ടെന്ന ചിന്ത അവളിൽ ഒരുതരം വ്യാജധൈര്യം നൽകി. വീട്ടുകാരുടെ ഓരോ ചോദ്യങ്ങൾക്കും ഉള്ളിൽ അമർഷ്യത്തോടെ അവൾ മറുപടി പറയാൻ തുടങ്ങി. പഠനത്തിന്റെ ഇടവേളകളിൽ അവൾ ആനന്ദിനെ രഹസ്യമായി കാണുകയും സംസാരിക്കുകയും ചെയ്തു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. വീട്ടിലെ നിയന്ത്രണങ്ങൾ ഒരു വശത്തും ആനന്ദിനോടുള്ള ആഴത്തിലുള്ള ആകർഷണം മറുവശത്തുമായി അമൃതയുടെ ഉള്ളിൽ വലിയൊരു സംഘർഷം രൂപപ്പെട്ടു. ഒടുവിൽ അവൾ ഒരു വലിയ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു. 18ാം വയസ്സിലേക്ക് കാലുകുത്തിയ ദിവസം അമൃതയുടെ ഉള്ളിൽ വലിയൊരു അഹങ്കാരമാണ് തലപൊക്കിയത്. നിയമപരമായി താൻ മുതിർന്നവളായി മാറിയെന്നും സ്വന്തം ജീവിതത്തിൽ തീരുമാനങ്ങളെടുക്കാൻ ഇനി മാതാപിതാക്കളുടെ അനുവാദം ആവശ്യമില്ലെന്നുമുള്ള തെറ്റായ ചിന്ത അവളിൽ ശക്തിപ്പെട്ടു. വീട്ടിലെ കടുത്ത നിയന്ത്രണങ്ങൾ കൂടുതൽ ശ്വാസമുട്ടിച്ചപ്പോൾ ആനന്ദിനൊപ്പമുള്ള ജീവിതമാണ് തന്റെ ഏക സുരക്ഷിത താവളമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. ഒരു ദിവസം വൈകുന്നേരം എൻട്രൻസ് കോച്ചിങ് ക്ലാസ് കഴിഞ്ഞ് മടങ്ങുന്ന വഴിയിൽ അവൾ ആനന്ദിനെ കണ്ടുമുട്ടി. അവിടെ വെച്ച് അവൾ തന്റെ മനസ്സിലുള്ള ആഗ്രഹം തുറന്നു പറഞ്ഞു. ആനന്ദ്, എനിക്കിനി ആ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല. അച്ഛന്റെയും അമ്മയുടെയും ശാസനകളും കടുത്ത നിയമങ്ങളും എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. നമുക്ക് വിവാഹം കഴിക്കാം. എനിക്ക് ആ തടവറയിൽ നിന്ന് രക്ഷപ്പെടണം.
അമൃത ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. എന്നാൽ കാര്യങ്ങൾ അതിവേഗമാണ് കൈവിട്ടു പോയത്. അമൃത ആനന്ദുമായി സംസാരിച്ചു നിൽക്കുന്നത് അവളുടെ ബന്ധുക്കളിൽ ആരോ കാണുകയും മാതാപിതാക്കളെ വിവരമറിയിക്കുകയും ചെയ്തു. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയ അമൃതയെ കാത്ത് അച്ഛനും അമ്മയും വലിയ ദേഷ്യത്തോടെ ഉമ്മറത്തുണ്ടായിരുന്നു. ആ വിവരമറിഞ്ഞ അമൃത വല്ലാതെ ഭയന്നു. ഇനി വീട്ടിൽ തുടർന്നാൽ അച്ഛൻ തന്റെ ഫോൺ വാങ്ങിവെക്കുമെന്നും പഠനവും സ്വാതന്ത്ര്യവും എന്നേക്കുമായി അവസാനിക്കുമെന്നും അവൾ ഉറപ്പിച്ചു. ഭയവും ആവേശവും അവളുടെ ചിന്തകളെ പൂർണ്ണമായി കീഴടക്കിയ ആ നിമിഷത്തിൽ ഒട്ടും ചിന്തിച്ചു നോക്കാതെ അവൾ ഒരു തീരുമാനമെടുത്തു. വീട്ടിലേക്ക് കയറുന്നതിന് പകരം കയ്യിലുണ്ടായിരുന്ന ചെറിയ ബാഗുമായി അവൾ നേരെ ആനന്ദിന്റെ വീട്ടിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു. പെട്ടെന്നൊരു വൈകുന്നേരം വാതിലിൽ വന്ന് നിൽക്കുന്ന അമൃതയെ കണ്ട് ആനന്ദ് ആദ്യമൊന്ന് പതറി. എന്നാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നതാണെന്ന് അമൃത പറഞ്ഞപ്പോൾ അവൾക്ക് അവന്റെ വീട്ടിൽ അഭയം നൽകാൻ അവൻ തയ്യാറായി. വിവരമറിഞ്ഞ് നെഞ്ചുപൊട്ടി പാഞ്ഞെത്തിയ അച്ഛൻ മാധവന്റെയും അമ്മ ഗീതയുടെയും മുന്നിൽ ഒരു ഭയവുമില്ലാതെ അമൃത വന്നു നിന്നു. ആ സമയത്തും തന്റെ തീരുമാനമാണ് ശരിയെന്ന ധാർഷ്ട്യമായിരുന്നു അവളുടെ കണ്ണുകളിൽ. മോളെ, നീ എന്താ ഈ കാണിക്കുന്നത്? ആലോചിക്കാതെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. വാ, വീട്ടിലേക്ക് പോകാം, അച്ഛൻ മാധവൻ കൈകൂപ്പി കണ്ണീരോടെ അപേക്ഷിച്ചു. പക്ഷേ അമൃതയുടെ മനസ്സലിഞ്ഞില്ല. നിങ്ങൾ എനിക്ക് ജീവിതത്തിൽ എന്ത് സ്വാതന്ത്ര്യമാണ് തന്നിട്ടുള്ളത്? എന്റെ ഇഷ്ടങ്ങൾക്കോ സന്തോഷങ്ങൾക്കോ നിങ്ങൾ എന്തെങ്കിലും വില കൽപ്പിച്ചിട്ടുണ്ടോ? ഒരു നല്ല വസ്ത്രം വാങ്ങാനോ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാനോ സ്വാതന്ത്ര്യം തരാത്ത നിങ്ങൾ എനിക്കാരാണ്? എനിക്കിപ്പോൾ 18 വയസ്സായി. എന്റെ ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ എനിക്ക് പൂർണ്ണ അവകാശമുണ്ട്. ഞാൻ ഇനി നിങ്ങളുടെ മകളല്ല. എന്റെ വഴി ഇത് തന്നെയാണ്. അച്ഛന്റെയും അമ്മയുടെയും മുഖത്ത് നോക്കി ക്രൂരമായ ഈ വാക്കുകൾ എറിഞ്ഞു കൊടുക്കുമ്പോൾ താനൊരു വലിയ യുദ്ധം ജയിച്ച ഭാവമായിരുന്നു അമൃതയ്ക്ക്. വർഷങ്ങളോളം സ്നേഹിച്ചു വളർത്തിയ മകളുടെ വായിൽ നിന്ന് അങ്ങനെയൊരു മറുപടി മാധവനും ഗീതക്കും താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. കണ്ണീരടക്കാൻ കഴിയാതെ ഹൃദയം തകർന്ന് അവർ ആ വീടിന്റെ പടിയിറങ്ങിപ്പോയി. തുടക്കത്തിൽ താൻ ആഗ്രഹിച്ച വലിയ സ്വാതന്ത്ര്യം കൈവന്നതിന്റെ ആവശ്യത്തിലായിരുന്നു അമൃത. എന്നാൽ ആ ആവേശം അധികനാൾ നീണ്ടുനിന്നില്ല. പ്രണയത്തിന്റെ മനോഹരമായ ആ ചില്ലുകൂട്ടിൽ നിന്ന് അവൾ ചവിട്ടിയിറങ്ങിയത് കല്ലും മുള്ളും നിറഞ്ഞ കഠിനമായ യാഥാർത്ഥ്യങ്ങളിലേക്കാണെന്ന് ദിവസങ്ങൾക്കുള്ളിൽ അവൾക്ക് മനസ്സിലായി. തന്നേക്കാൾ 12 വയസ്സ് മൂത്ത ഒരാളുമായി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ചിന്താഗതിയിലെ വലിയ വിടവ് അവൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. അമൃതയുടെ കോളേജ് സ്വപ്നങ്ങളോ വസ്ത്രധാരണമോ ചിന്തകളോ ആനന്ദിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. മുമ്പ് ബീച്ചിലും റെസ്റ്റോറന്റിലും കൂട്ടിക്കൊണ്ടു പോയിരുന്ന ആനന്ദ് ഇപ്പോൾ അവൾ മുറിക്ക് പുറത്തിറങ്ങുന്നത് പോലും സംശയത്തോടെ നോക്കാൻ തുടങ്ങി. നീ ഒരു കുട്ടിയല്ല, എന്റെ ഭാര്യയാണ്. ഒതുങ്ങി ജീവിക്കണം. നിന്റെ പഠിത്തവും കോളേജുമൊക്കെ എന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും ഇനി എന്നവൻ ഉറപ്പിച്ചു പറഞ്ഞു. താൻ ഇറങ്ങിപ്പോന്ന വീട്ടിലെ നിയമങ്ങളെക്കാൾ കാഠിന്യമുള്ള അടിച്ചമർത്തൽ നിറഞ്ഞ ഒരു പുതിയ ലോകത്തേക്കാണ് താൻ എത്തിയതെന്ന് അമൃത വൈകിയാണെങ്കിലും തിരിച്ചറിയുകയായിരുന്നു. പ്രണയമെന്നത് കേവലം കുറച്ച് സന്തോഷങ്ങളിൽ തീരുന്നതല്ലെന്നും താൻ എടുത്തത് ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായ തീരുമാനമാണെന്നും അവൾക്ക് മനസ്സിലായി തുടങ്ങി. എന്നാൽ അതൊരു വലിയ കൊടുങ്കാറ്റിന്റെ തുടക്കം മാത്രമായിരുന്നു. ആനന്ദിന്റെ വീട്ടിലെ ആദ്യത്തെ കുറച്ചു ആഴ്ചകൾ കഴിഞ്ഞപ്പോഴേക്കും അമൃതയുടെ ആവേശമെല്ലാം അടങ്ങിയിരുന്നു. താൻ സ്വപ്നം കണ്ട സ്വാതന്ത്ര്യമോ സന്തോഷമോ നിറഞ്ഞ പ്രണയകാലമായിരുന്നില്ല അത്. പഠനത്തിലും ജീവിതത്തിലും തന്റേതായ ഇടം കണ്ടെത്തണമെന്ന അവളുടെ പ്രതീക്ഷകൾ ഓരോന്നായി തകർന്നു വീണു. ആനന്ദിന്റെ സ്വഭാവത്തിലെ മാറ്റങ്ങളായിരുന്നു അവളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത്. അമൃത ആരോടെങ്കിലും സംസാരിക്കുന്നത് അവൻ സംശയത്തോടെ വീക്ഷിച്ചു. കോളേജിലെ സഹപാഠികളോട് പഠനകാര്യങ്ങൾ സംസാരിക്കാൻ ഫോൺ എടുക്കുമ്പോൾ അവൻ അത് തട്ടിപ്പറിച്ചെടുത്തു. ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ആനന്ദിന് അമൃതയുടെ മേൽ പൂർണ്ണ നിയന്ത്രണം വേണമായിരുന്നു. അവൾ എന്ത് വസ്ത്രം ധരിക്കണം, എപ്പോൾ ഉണ്ണണം, എപ്പോൾ ഉറങ്ങണമെന്ന് വരെ അവൻ തീരുമാനിക്കാൻ തുടങ്ങി. പ്രണയത്തിന്റെ സ്ഥാനത്ത് ആജ്ഞകളും കുറ്റപ്പെടുത്തലുകളും വന്നു നിറഞ്ഞു. നിനക്കൊരു കഴിവുമില്ല അമൃത. എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു എന്ന് വെറുതെ നാടു മുഴുവൻ പറഞ്ഞു നടക്കാമെന്നല്ലാതെ നിനക്ക് സ്വന്തമായി ഒരു വിവരവുമില്ല. നീ എന്റെ തലയിലെ ഒരു ഭാരം മാത്രമാണ്. ആനന്ദിന്റെ ഓരോ വാക്കുകളും അവളുടെ ആത്മാഭിമാനത്തെ ചവിട്ടിമെതിച്ചു. സ്കൂളിലും കോളേജിലും എപ്പോഴും ഒന്നാമതായിരുന്ന നല്ല മാർക്കുകൾ വാങ്ങിയിരുന്ന തന്നോട് അവൻ ഇത്രയും തരം താഴ്ന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിയന്ത്രണമില്ലാതെ നിറഞ്ഞൊഴുകി. താൻ വീട്ടിൽ അച്ഛന്റെ ശാസനകൾ കേട്ടിട്ടുണ്ടെങ്കിലും അച്ഛനൊരിക്കലും തന്റെ കഴിവിനെയോ വ്യക്തിത്വത്തെയോ ഇത്ര ക്രൂരമായി നിന്ദിച്ചിരുന്നില്ലെന്ന് അവൾ വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞു. നിനക്ക് ഈ വീട്ടിൽ കഴിയണമെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് ഒതുങ്ങി ജീവിക്കണം. നിന്നെ കൊണ്ട് പാത്രം കഴുകാനല്ലാതെ വേറൊന്നിനും കൊള്ളില്ല. അവൻ സ്ഥിരമായി ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. മാതാപിതാക്കളെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോന്നതിനാൽ തിരികെ പോകാൻ ഒരിടമില്ലെന്ന അമൃതയുടെ അവസ്ഥ ആനന്ദ് ഒരു മുതലാക്കലായി മാറ്റുകയായിരുന്നു. സ്വന്തം തീരുമാനത്തിൽ അഭിമാനം കൊണ്ടിരുന്ന ആ 18കാരി പെൺകുട്ടി മുറിക്കുള്ളിലിരുന്ന് പല രാത്രികളിലും വിങ്ങിപ്പൊട്ടി. എന്നാൽ
ആ ഇരുണ്ട നാളുകളിൽ അമൃതയ്ക്ക് അപ്രതീക്ഷിതമായി ഒരു വലിയ തണൽ ലഭിച്ചു. ആനന്ദിന്റെ അമ്മ പാർവതിയമ്മ. സാധാരണ സിനിമകളിലോ നാടകങ്ങളിലോ കാണുന്നത് പോലെയുള്ള ഒരു അമ്മായിയമ്മ ആയിരുന്നില്ല പാർവതിയമ്മ. സ്വന്തം മകന്റെ ദുരഭിമാനവും നിയന്ത്രണ സ്വഭാവവും അടുത്തറിയാവുന്ന ആളായിരുന്നു ആ അമ്മ. തന്റെ മകൻ ഒരു പെൺകുട്ടിയുടെ ജീവിതവും സ്വപ്നങ്ങളും തകർക്കുന്നത് കണ്ടു നിൽക്കാൻ ആ നല്ല മനസ്സുള്ള സ്ത്രീക്ക് കഴിഞ്ഞില്ല. സ്വന്തം മകന്റെ തെറ്റിന് കൂട്ടുനിൽക്കാതെ പാർവതിയമ്മ അമൃതയെ ചേർത്ത് പിടിച്ചു. ഒരു ദിവസം രാത്രി ആനന്ദിന്റെ കടുത്ത ശാസനകൾക്കും അധിക്ഷേപങ്ങൾക്കും ശേഷം മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് കരയുകയായിരുന്ന അമൃതയുടെ അടുത്തേക്ക് പാർവതിയമ്മ കടന്നു വന്നു. അവൾക്കരികിലിരുന്ന് ആ തലമുടിയിൽ മെല്ലെ തലോടിക്കൊണ്ട് അമ്മ പറഞ്ഞു, മോളെ, കരഞ്ഞിട്ട് കാര്യമില്ല. നീ ചെയ്ത തെറ്റ് എന്താണെന്ന് നിനക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. സ്വന്തം മാതാപിതാക്കളുടെ കരുതലിനേക്കാൾ വലുതായി ഈ ലോകത്ത് മറ്റൊന്നുമില്ല. പ്രണയമെന്ന വ്യാമോഹത്തിൽപ്പെട്ട് നീ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് നിന്റെ സ്വന്തം ജീവിതമാണ്. അമൃത ആ അമ്മയുടെ കൈകൾ പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എനിക്ക് അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് ഇനി തിരിച്ചു പോകാൻ കഴിയില്ല അമ്മേ. ഞാൻ അവരെ അത്രയധികം വേദനിപ്പിച്ചു. നാട്ടുകാരും ബന്ധുക്കളും എന്നെക്കുറിച്ച് എന്തൊക്കെയായിരിക്കും പറയുന്നത്. എനിക്കിനി ഒരു തിരിച്ചു പോക്കില്ല. ഞാൻ ഇവിടെ കിടന്ന് നശിച്ചോളാം. അങ്ങനെ വിചാരിക്കരുത് മോളെ, പാർവതിയമ്മ വളരെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ആരെന്ത് പറഞ്ഞാലും നിന്റെ ആത്മാഭിമാനം പണയം വെച്ച് നീ ഇവിടെ കഴിയേണ്ടതില്ല. അവൻ എന്റെ മകനാണെന്ന് വെച്ച് അവന്റെ അക്രമങ്ങൾക്കും അനാവശ്യ ചോദ്യങ്ങൾക്കും ഞാൻ കൂട്ടുനിൽക്കില്ല. ഒന്നോർക്കുക, നീ നിന്റെ പഠനം ഒരിക്കലും മുടക്കരുത്. ഒരു പുരുഷന്റെയും മുന്നിൽ കൈനീട്ടാതെ ജീവിക്കാനുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യം നിനക്കുണ്ടാകണം. ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ കരുത്ത് അവളുടെ വിദ്യാഭ്യാസം സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷിയുമാണ്. നീ വീണ്ടും പഠിച്ച് മുന്നേറണം. പാർവതിയമ്മയുടെ ആ വാക്കുകൾ അമൃതയുടെ ഉള്ളിൽ കെട്ടിക്കിടന്ന ഇരുട്ടിനെ മാറ്റി വലിയൊരു വെളിച്ചമായി പടർന്നു. പ്രണയത്തിന്റെയോ ഭയത്തിന്റെയോ പേരിൽ സ്വന്തം വ്യക്തിത്വം ഇല്ലാതാക്കി മാനസിക പീഡനങ്ങൾ സഹിച്ചു ജീവിക്കുന്നതിനേക്കാൾ വലിയ തെറ്റില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു. മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞ് എടുത്തുചാടിയ തന്റെ മണ്ടത്തരത്തെക്കുറിച്ചും അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരണമെന്നതിനെക്കുറിച്ചും അവൾക്ക് വ്യക്തത ലഭിക്കാൻ തുടങ്ങി. ആനന്ദിന്റെ അമ്മ തന്ന വാത്സല്യവും കരുത്തും അമൃതയുടെ ഉള്ളിലെ ഉണങ്ങാത്ത മുറിവുകൾക്ക് വലിയൊരു മരുന്നായി മാറി. ആ ഇരുണ്ട മുറിയിലിരുന്ന് കണ്ണീർ തുടച്ചുകൊണ്ട് അവൾ ഒരു ഉറച്ച തീരുമാനമെടുത്തു. ഇനി അനാവശ്യമായി കണ്ണീരൊഴുക്കി തീർക്കാനുള്ളതല്ല തന്റെ ജീവിതം. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ആത്മാഭിമാനവും സ്വപ്നങ്ങളും പോരാടി വീണ്ടെടുക്കുക തന്നെ ഞാൻ ചെയ്യും. പാർവതിയമ്മ നൽകിയ വലിയൊരു തിരിച്ചറിവോടെ അമൃത തന്റെ ആന്തരികമായ കരുത്ത് വീണ്ടെടുത്തു. അതുവരെ ആനന്ദിന്റെ അധിക്ഷേപങ്ങൾക്കും അനാവശ്യ ചോദ്യങ്ങൾക്കും മുന്നിൽ തലകുനിച്ച് നിന്ന പെൺകുട്ടിയായിരുന്നില്ല അവൾ പിന്നീട്. താൻ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കുമെന്നും തന്റെ പഠനകാര്യങ്ങളിൽ ഇടപെടാൻ ആനന്ദിന് യാതൊരു അവകാശമില്ലെന്നും അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അമൃതയുടെ ഈ പെട്ടെന്നുള്ള ഭാവമാറ്റം ആനന്ദിൽ വലിയ ദേഷ്യമുണ്ടാക്കിയെങ്കിലും അമ്മ പാർവതിയമ്മ അമൃതയ്ക്ക് തണലായി ഉറച്ചു നിന്നതുകൊണ്ട് അവനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീടുള്ള 2 വർഷങ്ങൾ അമൃതയുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ പോരാട്ടത്തിന്റെ കാലമായിരുന്നു. ഒരു വശത്ത് തകർന്നുപോയ പ്രണയത്തിന്റെ ആഘാതവും താൻ കൈക്കൊണ്ട തെറ്റായ തീരുമാനത്തെക്കുറിച്ചുള്ള അപകർഷതാബോധവും അവളുടെ മനസ്സിനെ അലട്ടി. എന്നാൽ മറുവശത്താകട്ടെ തന്റെ കഴിവ് വീണ്ടും തെളിയിക്കാനും നഷ്ടപ്പെട്ട ആത്മാഭിമാനം വീണ്ടെടുക്കാനുമുള്ള തീവ്രമായ വാശിയും അവളിൽ കത്തിയെരിഞ്ഞു. അവൾ രാവും പകലും പുസ്തകങ്ങൾക്ക് മുന്നിലിരുന്ന് പഠനത്തിനായി നീക്കിവെച്ചു. കോളേജിലെ ക്ലാസുകളിലും പ്രൊജക്ടുകളിലും അവൾ വീണ്ടും ഒന്നാമതായി മാറി. ആ പോരാട്ടത്തിന്റെ ദിനങ്ങളിൽ അമൃതയ്ക്ക് വലിയൊരു മാനസിക പരിവർത്തനം കൂടി സംഭവിച്ചു. മാതാപിതാക്കളുടെ സ്നേഹമെന്താണെന്നും അവരെന്ന് തന്ന ഉപദേശങ്ങൾക്ക് പിന്നിലെ വലിയ കരുതൽ എന്തായിരുന്നുവെന്നും അവൾ പൂർണ്ണമായും തിരിച്ചറിഞ്ഞു. ഒരു ചെറിയ സ്വാതന്ത്ര്യത്തിനും വ്യാജമായ സന്തോഷങ്ങൾക്കും വേണ്ടി താൻ ഉപേക്ഷിച്ചു കളഞ്ഞത് എത്ര വിലപ്പെട്ട ബന്ധങ്ങളായിരുന്നു എന്നോർത്ത് പല രാത്രികളും അവൾ പാർവതി അമ്മയുടെ മടിയിൽ തലവെച്ച് നിശബ്ദയായി കരഞ്ഞു. മോളെ, കുറ്റബോധം കൊണ്ട് മനസ്സ് നീറ്റരുത്. തെറ്റുകൾ മനസ്സിലാക്കുന്നതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ വളർച്ച. ആ മാതാപിതാക്കൾ നിന്നെ നെഞ്ചോട് ചേർക്കുന്ന ഒരു ദിവസം വരും. പാർവതിയമ്മ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അമൃത കാത്തിരുന്ന ആ ദിവസമെത്തി. എഞ്ചിനീയറിംഗ് അവസാന വർഷ പരീക്ഷയിലെ ഫലം പുറത്തു വന്നപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ തന്നെ ഏറ്റവും ഉയർന്ന റാങ്കുകളിൽ ഒന്നോടെയാണ് അവൾ വിജയിച്ചത്. എന്നാൽ ആ വാർത്ത ആനന്ദിന്റെ വീട്ടിൽ വലിയ സന്തോഷമൊന്നും ഉണ്ടാക്കിയില്ല. അമൃതയുടെ ഈ വളർച്ചയും വിജയവും ആനന്ദിന് അംഗീകരിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അവൻ മുൻപത്തേക്കാൾ കൂടുതൽ നിശബ്ദനും അസ്വസ്ഥനുമായി മാറി. എന്നാൽ പാർവതിയമ്മ അമൃതയെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ ചുംബിച്ചു. ഇനി നീ ഈ വീട്ടിൽ തുടരരുത് മോളെ. പാർവതിയമ്മ അമൃതയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ യാത്ര ആരംഭിക്കേണ്ടത് ഇവിടെ നിന്നല്ല. നിന്നെ ഓർത്ത് ഒരു കാലത്ത് സങ്കടപ്പെട്ട നിന്റെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് നീ തിരികെ പോകണം. നീ അവരോട് മാപ്പ് ചോദിക്കണം. നിന്റെ തെറ്റ് നീ മനസ്സിലാക്കി കഴിഞ്ഞു.
ഇനി ഒരു മടിയും കൂടാതെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുക. പാർവതി അമ്മയുടെ വാക്കുകളിലെ ശരി അമൃതയ്ക്ക് പൂർണ്ണമായും വ്യക്തമായിരുന്നു. ആനന്ദിനോട് വൈരാഗ്യമോ കടുത്ത വെറുപ്പോ അവൾക്കുണ്ടായിരുന്നില്ല. എന്നാൽ പ്രായത്തിലും ചിന്താഗതിയിലുമുള്ള വലിയ വിടവുകൾ കാരണം തങ്ങൾക്ക് ഒന്നിച്ചു മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു. ഒരു തെറ്റായ ബന്ധത്തിൽ ജീവിച്ച് സ്വന്തം ജീവിതം നശിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ആ ബന്ധത്തിൽ നിന്ന് മാന്യമായി പടിയിറങ്ങുന്നതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അന്ന് വൈകുന്നേരം തന്റെ ചെറിയ പെട്ടിയുമെടുത്ത് അമൃത ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. ആനന്ദ് ഒരു വാക്ക് പോലും പറയാതെ വരാന്തയുടെ കോണിൽ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ലക്ഷ്യങ്ങളും വഴികളും വ്യത്യസ്തമാണ് ആനന്ദ്. ഇനി നമ്മൾ ഒന്നിച്ചു പോകുന്നത് രണ്ടുപേർക്കും നല്ലതല്ല. ഞാൻ പോകുന്നു. അമൃത വളരെ ശാന്തമായി എന്നാൽ ദൃഢതയോടെ പറഞ്ഞു. അതിനുശേഷം അവൾ പാർവതി അമ്മയുടെ കാൽ തൊട്ടു വണങ്ങി. കണ്ണീരോടെ ആ അമ്മ അവളെ അനുഗ്രഹിച്ചു. ആ വീടിന്റെ പടിയിറങ്ങുമ്പോൾ അമൃതയുടെ മനസ്സിൽ ഭയമായിരുന്നില്ല, മറിച്ച് സ്വന്തം ജീവിതം തിരിച്ചു പിടിച്ചതിന്റെ വലിയൊരു ആത്മവിശ്വാസമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അഹങ്കാരത്തോടും ദേഷ്യത്തോടും ഇറങ്ങിപ്പോന്ന സ്വന്തം വീടിന്റെ മുന്നിൽ അവൾ വീണ്ടും വന്നു നിന്നു. ആ വീടും പരിസരവും പഴയതുപോലെ തന്നെയായിരുന്നു. പക്ഷേ ഉള്ളിൽ വലിയൊരു പരിഭ്രമം പടർന്നു. അച്ഛനും അമ്മയും തന്നെ സ്വീകരിക്കുമോ, അതോ അപമാനിച്ചിറക്കി വിടുമോ? ഹൃദയമിടിപ്പോടെ അവൾ കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. സെക്കൻഡുകൾക്കകം വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന അമ്മ ഗീതയെ കണ്ട് അമൃതയുടെ വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി. അമ്മയുടെ മുടിയിൽ നരവീണിരുന്നു. കണ്ണുകൾക്ക് താഴെ കറുത്ത പാടുകൾ രൂപപ്പെട്ടിരുന്നു. അമൃതയെ കണ്ട് ആ അമ്മ തറഞ്ഞു നിന്നുപോയി. അപ്പോഴേക്കും ശബ്ദം കേട്ട് അച്ഛൻ മാധവനും അങ്ങോട്ടേക്ക് ഓടിയെത്തി. ഒട്ടും ആലോചിക്കാതെ അമൃത പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്ഛന്റെയും അമ്മയുടെയും കാലുകളിലേക്ക് വീണു. എന്നോട് ക്ഷമിക്കണം അച്ഛാ, അമ്മ. എനിക്ക് വലിയ തെറ്റുപറ്റിപ്പോയി. അന്ന് ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് എന്നോട് ക്ഷമിക്കണം, അവൾ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് അപേക്ഷിച്ചു. മാധവൻ കുനിഞ്ഞ മകളെ ഇരു കൈകളും നീട്ടി എഴുന്നേൽപ്പിച്ചു. ആ അച്ഛന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുള്ളികൾ ഇറ്റി വീഴുന്നുണ്ടായിരുന്നു. മാധവൻ അമൃതയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്റെ മോൾക്ക് തെറ്റ് മനസ്സിലായല്ലോ. അത് മതി മോളെ. തെറ്റുപറ്റാത്ത മനുഷ്യരില്ല. വീണുപോയിടത്ത് നിന്ന് തിരിച്ചു വരാൻ കാണിച്ച ഈ ധൈര്യമാണ് നിന്റെ യഥാർത്ഥ വിജയം. ഇത് നിന്റെ വീടാണ്. നീ എന്നും ഞങ്ങളുടെ മകളാണ്. അച്ഛന്റെ ആ വാക്കുകൾ അമൃതയുടെ ഉള്ളിലെ വർഷങ്ങളായുള്ള സങ്കടങ്ങളെയും ഭയത്തെയും കഴുകിക്കളഞ്ഞു. അമൃത അമ്മയെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മാതാപിതാക്കളുടെ ആ പഴയ കടുപ്പമുള്ള പെരുമാറ്റമെല്ലാം അലിഞ്ഞുപോയിരുന്നു. ഒടുവിൽ സ്നേഹത്തിന്റെ തണലിലേക്ക് തിരിച്ചെത്തിയ അമൃതയുടെ ജീവിതത്തിൽ പുതിയൊരു പ്രഭാതം വരികയായിരുന്നു. സ്വന്തം വീടിന്റെ ഉമ്മറത്തേക്ക് തിരികെ കയറിയ അമൃതയെ കാത്തിരുന്നത് ഒരു പുതിയ പുലരിയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അഹങ്കാരത്തോടെ പടിയിറങ്ങിപ്പോയ ആ മകളെ അച്ഛൻ മാധവനും അമ്മ ഗീതയും കണ്ണിറയ സ്നേഹത്തോടെയും കണ്ണീരോടെയുമാണ് വീട്ടിലേക്ക് സ്വീകരിച്ചത്. മാതാപിതാക്കൾ മുമ്പ് കാണിച്ചിരുന്ന കടുത്ത ചിട്ടകളും ദേഷ്യവും അലിഞ്ഞുപോയിരുന്നു. പഴയ വീഴ്ചകളെ ഓർമ്മിപ്പിച്ച് അവരൊരിക്കലും അമൃതയെ വേദനിപ്പിച്ചില്ല. പകരം മാനസികമായി തകർന്നു പോയ മകൾക്ക് തിരികെ ജീവിതത്തിലേക്ക് വരാനുള്ള വലിയൊരു താങ്ങും തണലുമായി അവർ മാറി. അമൃതയും ഒരുപാട് മാറിയിരുന്നു. വീട്ടിലെ പഴയ തടവറ സങ്കല്പങ്ങളെയെല്ലാം മാറ്റിവെച്ച് തനിക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെ ആഴം അവൾ പൂർണ്ണമായും തിരിച്ചറിഞ്ഞു. വീടിനുള്ളിൽ മുമ്പ് അനുഭവപ്പെട്ടിരുന്ന ശ്വാസമുട്ടലിന്റെ സ്ഥാനത്ത് സന്തോഷവും തുറന്ന സംസാരങ്ങളും നിറഞ്ഞു. അച്ഛനോടും അമ്മയോടും മനസ്സു തുറന്ന് സംസാരിക്കാനും തന്റെ കുഞ്ഞു ആഗ്രഹങ്ങൾ പങ്കുവെക്കാനും അവൾക്ക് കഴിഞ്ഞു. എന്നാൽ സന്തോഷ നിമിഷങ്ങൾക്കിടയിലും അമൃത തന്റെ യഥാർത്ഥ ലക്ഷ്യം മറന്നില്ല. ആനന്ദിന്റെ വീട്ടിൽ വെച്ച് പാർവതി അമ്മ തനിക്ക് നൽകിയ ആ വലിയ ഉപദേശം അവളുടെ മനസ്സിൽ കനൽ പോലെ എരിഞ്ഞുകൊണ്ടിരുന്നു. ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ കരുത്ത് അവളുടെ വിദ്യാഭ്യാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവുമാണ്. അമൃത തന്റെ ഭാവി പൂർണ്ണമായും സ്വന്തം കൈകളിൽ ഭദ്രമാക്കാൻ ഉറപ്പിച്ചു. എഞ്ചിനീയറിംഗിൽ ഉയർന്ന റാങ്കോടെ വിജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിൽ അവൾ കമ്പ്യൂട്ടർ സയൻസിലെ പുതിയ സാങ്കേതിക വിദ്യകൾ പഠിച്ചെടുക്കാൻ രാപ്പകലില്ലാതെ അധ്വാനിച്ചു. ജോലിക്കായുള്ള വലിയ ഇന്റർവ്യൂകൾക്ക് അവൾ സ്വയം തയ്യാറെടുത്തു. മാതാപിതാക്കൾ നൽകിയ മാനസിക പിന്തുണ അവൾക്ക് ഇരട്ടി കരുത്തു പകർന്നു. അവളുടെ കഠിനാധ്വാനം വെറുതെയായില്ല. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യയിലെ പ്രമുഖ മൾട്ടിനാഷണൽ IT കമ്പനികളിലൊന്നിൽ വലിയ ശമ്പളത്തോടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി അമൃതയ്ക്ക് നിയമന ഉത്തരവ് ലഭിച്ചു. ബാംഗ്ലൂരിലായിരുന്നു ജോലി. ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അമൃതയ്ക്ക് ഒരു കാര്യം കൂടിയുണ്ടായിരുന്നു. അവൾ മാധവന്റെയും ഗീതയുടെയും കൂടെ ആനന്ദിന്റെ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി പോയി. ആനന്ദിനെ കാണാനായിരുന്നില്ല അത്, മറിച്ച് തന്റെ ഇരുണ്ട നാളുകളിൽ വെളിച്ചമായി മാറിയ പാർവതി അമ്മയെ നേരിൽ കണ്ട് നന്ദി പറയാനായിരുന്നു. അമൃതയെ സന്തോഷത്തോടെ കണ്ടപ്പോൾ ആ വൃദ്ധയുടെ കണ്ണുകൾ നിറഞ്ഞു. അമൃത അവരുടെ കാൽ തൊട്ടു വണങ്ങി. എന്റെ മോൾ വീണുപോയില്ലല്ലോ, സ്വന്തം കാലിൽ ഉറച്ചു നിന്നല്ലോ. അത് മതി ഈ അമ്മക്ക്. നീ ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തണം എന്ന് പാർവതി അമ്മ അവളോട് പറഞ്ഞു.
സ്വന്തം വീഴ്ചയിൽ നിന്ന് ഒരു പെൺകുട്ടി എങ്ങനെ തിരികെ വരണമെന്നതിന് അമൃത ഒരു മാതൃകയാണെന്ന് ആ അമ്മ മനസ്സിൽ കുറിച്ചിട്ടു. ബാംഗ്ലൂരിലേക്ക് മാറിയ ശേഷം അമൃതയുടെ ജീവിതം വേഗത്തിൽ മുന്നോട്ട് കുതിക്കുകയായിരുന്നു. ഓഫീസിലെ ഓരോ പ്രൊജക്ടുകളിലും അവൾ തന്റെ കഴിവ് തെളിയിച്ചു. 1-ാം മാസത്തെ ശമ്പളം അക്കൗണ്ടിൽ വന്ന ദിവസം അമൃത നേരെ നാട്ടിലേക്ക് വണ്ടി കയറി. ആ തുക മുഴുവൻ അച്ഛന്റെയും അമ്മയുടെയും കൈകളിൽ വെച്ചു കൊടുക്കുമ്പോൾ അമൃതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇത് എന്റെ മാത്രം സമ്പാദ്യമാണച്ഛാ, ഞാൻ സ്വന്തം അധ്വാനത്തിലൂടെ നേടിയത്. എന്നെ ഇത്രയും വലിയൊരു നിലയിൽ എത്തിച്ചതിന് അച്ഛനും അമ്മക്കും നൽകാൻ എന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ, അവൾ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. മാധവൻ ആ തുക നെഞ്ചോട് ചേർത്ത് പിടിച്ച് മകളെ കണ്ണീരോടെ കെട്ടിപ്പിടിച്ചു. ഞങ്ങൾക്ക് പണമല്ല മോളെ പ്രധാനം, നിന്റെ ഈ ആത്മാഭിമാനമാണ്. നീ സ്വന്തം കാലിൽ നിന്നു കാണിച്ച ഈ നിമിഷമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ആ അച്ഛന്റെ വാക്കുകളിൽ മാതാപിതാക്കളുടെ അഭിമാനം നിറഞ്ഞു നിന്നു. വർഷങ്ങൾ അതിവേഗം കടന്നുപോയി. ഇന്ന് വർഷങ്ങൾക്കിപ്പുറം അമൃത അതേ കമ്പനിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊജക്ട് മാനേജർമാരിൽ ഒരാളാണ്. തന്റേതായ അധ്വാനത്തിലൂടെ ബാംഗ്ലൂർ നഗരത്തിൽ മനോഹരമായ ഒരു വീടും കാറും അവൾ സ്വന്തമാക്കി. അച്ഛനെയും അമ്മയെയും തന്റെ കൂടെ നിർത്തി അവൾ ആവോളം സ്നേഹിച്ചു. പ്രണയത്തിന്റെയോ ഭയത്തിന്റെയോ പേരിൽ ആരുടെയും മുന്നിൽ തലകുനിക്കാത്ത, സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ശക്തയായ ഒരു സ്ത്രീയായി അമൃത വളർന്നു കഴിഞ്ഞിരുന്നു. ഇന്നൊരു മൂടൽമഞ്ഞുള്ള തണുത്ത പുലർച്ചെ തനിക്ക് സ്വന്തമായ ആ വലിയ വീടിന്റെ ജനലരികിൽ നഗരത്തിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് അമൃത. കയ്യിലിരുന്ന കട്ടൻ ചായയിൽ നിന്ന് ആവി ഉയരുന്നുണ്ടായിരുന്നു. 16-ാം വയസ്സിലെ അടിച്ചമർത്തലുകളും 18-ാം വയസ്സിൽ എടുത്തുചാടി ചെയ്ത തെറ്റുകളും അതിനുശേഷം അനുഭവിച്ച മാനസിക വേദനകളും അവളുടെ മനസ്സിലൂടെ ഒരു മിന്നൽ പോലെ കടന്നുപോയി. പക്ഷേ ഇന്ന് ആ ഓർമ്മകൾ അവളെ വേദനിപ്പിച്ചില്ല. തനിക്ക് പറ്റിയ തെറ്റുകളിൽ നിന്ന് പഠിച്ച് വീണിടത്ത് നിന്ന് പോരാടി ജയിച്ചതിന്റെ വലിയൊരു സന്തോഷം മാത്രം അവളുടെ മുഖത്ത് തെളിഞ്ഞു നിന്നു. ജനലിലൂടെ അകത്തേക്ക് വീശിയ തണുത്ത കാറ്റിൽ അമൃത ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിച്ചു. പുറത്തെ ലോകത്തെ നോക്കി അവൾ തന്റെ ഉള്ളിൽ ഉറക്കെ പറഞ്ഞു, പ്രണയം ജീവിതത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. എന്നാൽ സ്വന്തം ആത്മാഭിമാനവും വിദ്യാഭ്യാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവുമാണ് ഒരു പെൺകുട്ടിയെ യഥാർത്ഥത്തിൽ നയിക്കേണ്ടത്. ജീവിതത്തിൽ എത്ര വലിയ തെറ്റുകൾ സംഭവിച്ചാലും തളർന്നു പോകരുത്. വീണുപോയിടത്ത് ഓർത്ത് കരയാതെ അവിടെ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് സ്വന്തം ചിറകുകളിൽ ഉയരങ്ങളിലേക്ക് പറന്നുയരുക. കാരണം നിങ്ങളുടെ ജീവിതത്തെ വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. മൂടൽ മഞ്ഞിനെ കീറിമുറിച്ച് പുതിയ ദിവസത്തിന്റെ സൂര്യകിരണങ്ങൾ അമൃതയുടെ മുഖത്ത് വന്നു പതിച്ചു. ഒരു വലിയ കൊടുങ്കാറ്റിൽ നിന്നും കരകയറി സ്വന്തം വിലാസം കണ്ടെത്തിയ അമൃത ഒരു പുതിയ പ്രഭാതത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ ചുവടുവെച്ചു. പ്രിയമുള്ളവരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.